ഇത് കേവലം ഒരു സാധാരണ കഥയല്ല, സ്വപ്നങ്ങൾ കൊണ്ട് ഇതിഹാസങ്ങളെ നിർമ്മിച്ച ഒരു ബാലന്റെ കഥയാണ്. അതെ, ഒരു സമയത്ത് സ്വന്തം ഗ്രാമത്താൽ പോലും പരിഹാസപാത്രമായി തീരുന്ന ഇവൻ കാലത്തിന്റെ വിധിയാൽ തന്നെ രാഷ്ട്രങ്ങളെ പിടിച്ചുകുലയ്ക്കുവാൻ കഴിയുന്ന ഒരു ശക്തി വഹിച്ചുകൊണ്ട് ഉദ്ധാരണം ചെയ്തു. അവൻ വേദനയുടെയും ബന്ധങ്ങളുടെയും വിധിയുടെയും പാതയിലൂടെ നടക്കുന്നു, ഏകാന്തതയിൽ നിന്ന് ഇതിഹാസത്തിലേക്ക്. ജന്മം കൊണ്ട് ഇവനൊരു നായകനല്ല, വിധിയാൽ ഒരു രക്ഷകനുമല്ല, മറിച്ച് വിധിക്ക് തന്നെ വഴങ്ങുവാൻ വിസമ്മതിച്ച ഒരു കുട്ടിയുടെ കഥ. രക്തത്തിലൂടെയും യുദ്ധത്തിലൂടെയും ബന്ധനങ്ങളിലൂടെയും പിന്നീട് അവന്റെ പേര് തലമുറകളിലൂടെ പ്രതിധ്വനിച്ചത് നാറൂട്ടോ ഉസുമാകി എന്നായിരുന്നു. അതെ, അനിമെ ലോകത്തിലെ ബിഗ് 3 ഉൾപ്പെടുന്ന ഹാർഡ് വർക്ക് ഓൾവേസ് ബീറ്റ്സ് ടാലൻസ് എന്ന സെൻട്രൽ മെസ്സേജിലൂടെ നെവർ ഗീവ് അപ്പ് ആറ്റിറ്റ്യൂഡ് തന്നെയുള്ള ഒരു ഒന്നൊന്നര സീരീസ്. വെൽക്കം ടു ദ നാറൂട്ടോ സീരീസ്. ഓക്കെ ഫൈൻ, നാറൂട്ടോ സീരീസ്. ആദ്യം തന്നെ ആനിമേനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളോട് പോലും നാറൂട്ടോയെ പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതൊരു കാർട്ടൂൺ അല്ലേ എന്നെങ്കിലും പറയാത്തവർ ചുരുക്കമായിരിക്കും. ഇങ്ങനെ ഒരു ഇൻട്രോ കൊടുത്തുകൊണ്ട് ഞാൻ ഇതിനെ തരം താഴ്ത്തി കെട്ടിയതല്ല, ഇതിന്റെ പോപ്പുലറൈസേഷൻ പറഞ്ഞു കാണിച്ചതാണ്. ഇത്രയ്ക്ക് ഫെയിം കിട്ടിയ വൺ ഓഫ് ദി ബിഗ് 3 എന്നറിയപ്പെടുന്ന അനിമേ ലോകത്തിലെ ബിഗ് 3 എന്ന് ജനറലൈസ് ചെയ്ത് നമ്മൾ പറയുന്നത് വൺ പീസിനെയും ബ്ലീച്ചിനെയും പിന്നെ ഈ നാറൂട്ടോ സീരീസിനെയാണ്. സോ അനിമെ പോലും കാണാത്ത ഒരാൾക്ക് നാറൂട്ടോ എന്ന് പറയുന്ന സീരീസ് ഉണ്ടെന്നും അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടെന്നും അറിയിക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ ഒരു ക്യാരക്ടറിന്റെ സ്റ്റോറി കണ്ടിട്ടുള്ളവരും അതിന്റെ പിവോട്ടൽ അല്ലെങ്കിൽ സെൻട്രിക് മെസ്സേജ് ഉൾക്കൊണ്ടവരുടെയും റേഞ്ച് ഏതാണെന്ന് ആലോചിച്ച് നോക്ക്. ഇന്നിവിടെ നാറൂട്ടോയുടെ സ്പോയിലർ ആയിട്ടുള്ള ഒരു കാര്യവും പറയുന്നില്ല. എന്താണ് നാറൂട്ടോ സീരീസ് എന്ന് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് രൂപേണ പറഞ്ഞ് നിങ്ങൾക്ക് ഇത് എങ്ങനെ എളുപ്പത്തിൽ കാണാമെന്നാണ് പറയുന്നത്. അതായത് ഫില്ലർ എപ്പിസോഡ്സും മൂവീസും നാറൂട്ടോയുടെ സീരീസും ഒക്കെ കൂടി മൊത്തത്തിൽ ഒരു 720 പരം എപ്പിസോഡ്സും എക്സ്ട്രാ ആയിട്ട് ഒരു 10 മൂവീസും നാറൂട്ടോ എന്ന് പറയുന്ന സീരീസിനുണ്ട്. ഇത് എളുപ്പത്തിൽ കാണാൻ പറ്റിയ മാർഗങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. സോ ആദ്യം തന്നെ എന്താണ് നാറൂട്ടോ സീരീസ്? ആൻഡ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫ്രം ദ ബേസിക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. നാറൂട്ടോ എന്ന് പറയുന്നത് ഒരു ആനിമേ സീരീസ് ആണ്. ഈ ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ നാറൂട്ടോ എന്ന് പറയുന്ന സീരീസിന്റെ യൂണിവേഴ്സ് തന്നെ നമുക്ക് 3 ആയിട്ട് തിരിക്കാം. ഒന്ന് ഒറിജിനൽ നാറൂട്ടോ, അതായത് 2002 മുതൽ 2007 വരെ ഇറങ്ങിയ നാറൂട്ടോ എന്ന് പറയുന്ന സീരീസ്. രണ്ടാമത്തേത് നാറൂട്ടോ ഷിപ്പുദൻ. ഷിപ്പുദൻ എന്ന് പറഞ്ഞാൽ 2007 മുതൽ 2017 വരെ ഇറങ്ങിയ നാറൂട്ടോയുടെ സീരീസാണ്. ആൻഡ് മൂന്നാമത്തെ എറയാണ് ബൊറൂട്ടോ എറ, അല്ലെങ്കിൽ ബൊറൂട്ടോ നെക്സ്റ്റ് ജനറേഷൻസ് എന്ന് പറഞ്ഞാൽ നാറൂട്ടോയുടെ ലെഗസി പിന്തുടരുന്ന ആ ഒരു കഥ. അത് 2017 മുതൽ പ്രസന്റ് എന്ന് തന്നെ പറയും. നാറൂട്ടോ എന്ന് പറയുന്ന ആ ഒരു മാങ്ക എഴുതിയത് മസാഷി കിഷിമോട്ടോ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമാണ്. നാറൂട്ടോ ജോണർ വരുന്നത് ആക്ഷൻ, അഡ്വഞ്ചർ, ഡ്രാമ, നിഞ്ച ഫാന്റസി, പിന്നെ ഒരു ടീനേജ് ഡ്രാമയും വരുന്നുണ്ട്. ഹിഡൻ ലീഫ് വില്ലേജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ, അതിന് വേറൊരു പേരാണ് കൊണോഹാഗാക്കുറെ. ഈ ഒരു വില്ലേജിലെ അനാഥനായി വളർന്നു വരുന്ന നാറൂട്ടോ ഉസുമാക്കി എന്ന് പറയുന്ന ആ ഒരു കുട്ടീനെ ബേസ് ചെയ്താണ് എൻറ്റയർ സീരീസ് പോകുന്നത്. ഇവൻ ആരാണ്, ഇവന്റെ പേരൻസ് ആരൊക്കെയാണ്, ഇവൻ എങ്ങനെ ആരാധനായി, ഇവന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, ഇവന്റെ ഡ്രീം എന്തൊക്കെയാണ്, അതൊക്കെയാണ് കഥയുടെ മെയിൻ പിവറ്റൽ പോയിന്റ്സ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ തീമായിട്ട് ഫ്രണ്ട്ഷിപ്പിനെ പറയാം, റൈവൽറി പറയാം, പേഴ്സിവറൻസ് പറയാം, ലോസും ലെഗസിയും പറയാം. നാറൂട്ടോ സീരീസിന്റെ സ്റ്റൈല് ഞാൻ കണ്ടത് വെച്ചൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ഇമോഷണൽ സ്റ്റോറി ടെല്ലിംഗ് പ്ലസ് ഇൻസൈൻ നിഞ്ച ബാറ്റിൽസ് പ്ലസ് ഡീപ്പ് വേൾഡ് ബിൽഡിംഗ് ആണ്. ഇനി എങ്ങനെ നാറൂട്ടോ സീരീസ് നമുക്ക് കാണാമെന്ന് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ OG സീരീസ് മുതൽ നാറൂട്ടോന്റെ രണ്ടാം പതിർപ്പായ ഷിപ്പുദിൻ വരെയുള്ളത് നോക്കുകയാണെങ്കിൽ ഏകദേശം പറഞ്ഞാൽ ഒരു 720 എപ്പിസോഡുണ്ട്. ഇത് ഫില്ലർ എപ്പിസോഡും കൂടെ ചേർത്താണ്. ഇനി ഫില്ലർ എപ്പിസോഡ് എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി, ഫില്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള കഥ നടക്കാത്ത എപ്പിസോഡാണ്. അതായത് ആ ഒരു എപ്പിസോഡ് കണ്ടില്ലെങ്കിലും വലിയതായിട്ട് ബാധിക്കില്ല, മെയിൻ സ്റ്റോറി ലൈനിൽ പോകുന്ന കഥകളല്ല ഇത്. ഇച്ചിരി കൂടെ മനസ്സിലാവുന്ന രീതിയിൽ പറയണമെങ്കിൽ അനിമെ എഴുതിയിട്ടുള്ള കിഷിമോട്ടോ എഴുതാത്ത സ്റ്റുഡിയോസ് സ്വന്തമായിട്ട്, അതായത് അനിമെ സ്റ്റുഡിയോസ് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സ്റ്റോറി ലൈനിനെയും ഫില്ലേഴ്സ് എന്ന് പറയുന്നുണ്ട്. ബട്ട് നാറൂട്ടോ സീരീസിൽ എല്ലാ ഫില്ലേഴ്സും ഒന്നും കാണരുതെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ ഫില്ലേഴ്സ് ഉൾപ്പെടെയാണ് കണ്ടത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നിട്ടും എനിക്ക് കാണേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ ഫില്ലേഴ്സ് നാറൂട്ടോ ഷിപ്പുദീനിലെ 427 എപ്പിസോഡ് തൊട്ട് 450 വരെയുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ ഫില്ലേഴ്സും ഒരു വിധത്തിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. ഇനി നിങ്ങൾ വേണമെങ്കിൽ ഒരു പേനയും പേപ്പറും എടുത്തോളൂ, എങ്ങനെ വ്യക്തമായിട്ട് നാറൂട്ടോ എപ്പിസോഡ്സ് കാണാമെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം OG നാറൂട്ടോ സീരീസ് എടുക്കുക, അതിൻ്റെ എപ്പിസോഡ് 1 മുതൽ 105 വരെ കാണുക.
ഇത് കണ്ടു കഴിഞ്ഞിട്ട് നാറൂട്ടോയുടെ ഫസ്റ്റ് മൂവി ആയിട്ടുള്ള ക്ലാഷ് ഇൻ ദ ലാൻഡ് ഓഫ് സ്നോ എന്ന് പറയുന്ന മൂവി കാണുക. അത് കഴിഞ്ഞ് നാറൂട്ടോയുടെ സീരീസിന്റെ എപ്പിസോഡ് 106 തൊട്ട് 160 വരെ കാണുക, 106 മുതൽ 160 വരെ. ഇതും കണ്ടു കഴിഞ്ഞ് നാറൂട്ടോയുടെ രണ്ടാമത്തെ മൂവി ആയിട്ടുള്ള ലെജൻഡ് ഓഫ് ദ സ്റ്റോൺ ഓഫ് ഗിലെൽ എന്ന് പറയുന്ന ആ ഒരു മൂവി കാണുക. അത് കഴിഞ്ഞ് വീണ്ടും സീരീസ് കണ്ടിന്യൂ ചെയ്യുക, അതായത് എപ്പിസോഡ് നമ്പർ 161 തൊട്ട് 196 വരെ. ഇതും കണ്ടതിന് ശേഷം നാറൂട്ടോയുടെ മൂന്നാമത്തെ മൂവി ആയിട്ടുള്ള ഗാർഡിയൻസ് ഓഫ് ദി ക്രസന്റ് മൂൺ കിങ്ഡം എന്ന് പറയുന്ന മൂവി കാണുക. ഇത് കഴിഞ്ഞിട്ടുള്ള സീരീസിലെ എപ്പിസോഡ്സ് അതായത് 196 മുതൽ 220 വരെ ഫില്ലർ എപ്പിസോഡ്സ് ആണ്. ബട്ട് നിങ്ങൾ അത് കണ്ടിരിക്കണമെന്നോ ഞാൻ പറയുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ നാറൂട്ടോ ഷിപ്പുദിൻ തുടങ്ങേണ്ടത്. നാറൂട്ടോ ഷിപ്പുദിന്റെ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ 53 വരെ ഉള്ള എപ്പിസോഡ് കണ്ടിട്ട് നാറൂട്ടോ ഷിപ്പുദിൻ മൂവി എന്ന് പറഞ്ഞ ആദ്യത്തെ മൂവി ആയിട്ടുള്ള നാറൂട്ടോ ഷിപ്പുദിൻ ദ മൂവി കാണുക. അത് കഴിഞ്ഞ് ഷിപ്പുദിന്റെ എപ്പിസോഡ് 54 മുതൽ എപ്പിസോഡ് 70 വരെ കാണുക. ഇത് കണ്ടു കഴിഞ്ഞിട്ട് നാറൂട്ടോ ഷിപ്പുദൻ മൂവി നമ്പർ 2 ആയിട്ടുള്ള ബോൺസ് കാണുക. അത് കഴിഞ്ഞ് എപ്പിസോഡ് 71 മുതൽ 121 വരെ കണ്ടിട്ട് ഷിപ്പുദിൻ മൂവി നമ്പർ 3 ആയിട്ടുള്ള വിൽ ഓഫ് ഫയർ കാണുക. അത് കഴിഞ്ഞിട്ട് എപ്പിസോഡ് 122 മുതൽ 169 വരെ കണ്ടിട്ട് ഷിപ്പുദിൻ മൂവി നമ്പർ 4 ആയിട്ടുള്ള ദ ലോസ്റ്റ് ടവർ കാണുക. ഇതിന് ശേഷം എപ്പിസോഡ് 170 മുതൽ 221 വരെ കണ്ടിട്ട് ഷിപ്പുദിൻ മൂവി ആയിട്ടുള്ള 5ാമത്തെ മൂവി ആയിട്ടുള്ള ബ്ലഡ് പ്രിസൺ കാണുക. അത് കഴിഞ്ഞിട്ട് 222 എപ്പിസോഡ് മുതൽ 271 വരെ കണ്ടിട്ട് മൂവി നമ്പർ 6 ആയിട്ടുള്ള റോഡ് ടു നിഞ്ച കാണുക. ഇത് കഴിഞ്ഞ് അതായത് 272 മുതൽ 479 വരെ ഷിപ്പുദിൻ കണ്ടിട്ട് ദ ലാസ്റ്റ് നാറൂട്ടോ മൂവി എന്ന് പറയുന്ന ആ ഒരു മൂവി കാണുക. ഇതിനു ശേഷമാണ് നിങ്ങൾ നാറൂട്ടോ ഷിപ്പുദിൻ്റെ 480 മുതൽ 500 വരെയുള്ള എപ്പിസോഡ് കാണേണ്ടത്. ഇതോടുകൂടി നാറൂട്ടോ യൂണിവേഴ്സിൻ്റെ സീരീസിൻ്റെ മെയിൻ കോർ ഭാഗം ഒന്ന് തീർന്നു. ഇനിയുള്ളത് നെക്സ്റ്റ് ജനറേഷനാണ്, അതായത് നാറൂട്ടോയുടെ മകൻ്റെ കഥകൾ. അതാണ് ബൊറൂട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നാറൂട്ടോ ഷിപ്പുദിൻ എപ്പിസോഡ് 500 വരെ കണ്ടതിന് ശേഷം ബൊറൂട്ടോ നാറൂട്ടോ ദ മൂവി എന്ന് പറയുന്ന ഒരു മൂവിയുണ്ട്, ആ ഒരു മൂവി കാണുക. അത് കഴിഞ്ഞ് അതിൻ്റെ തന്നെ രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള ബൊറൂട്ടോ നാറൂട്ടോ ദ മൂവി ദ ഡേ നാറൂട്ടോ ബിക്കം ദ ഹൊക്കാഗെ എന്ന് പറയുന്ന ഒരു മൂവിയുണ്ട്, ഈ ഒരു മൂവിയും കൂടെ കാണുക. ഇത്രയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ നാറൂട്ടോ കഥ ഏകദേശം 90% കഴിഞ്ഞു. ഇനിയുള്ളത് ബൊറൂട്ടോ നാറൂട്ടോ നെക്സ്റ്റ് ജനറേഷൻസ് എന്ന് പറയുന്ന സീരീസാണ്. തുടർന്ന് ബൊറൂട്ടോ സീരീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെയാണ് നാറൂട്ടോ എന്ന് പറയുന്ന ബ്രഹ്മാണ്ഡമായിട്ടുള്ള അനിമേ സീരീസ് നിങ്ങൾ കാണേണ്ടത്. ഇനി എന്തിന് നാറൂട്ടോ സീരീസ് വേർത്ത് വാച്ചിങ് ആണോ എന്നൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കണ്ടതിൽ വെച്ച് ഇൻക്രെഡിബിൾ ഫൈറ്റ് സീൻസ് ഇതിനകത്തുണ്ട്. യുണീക്ക് ആയിട്ടുള്ള പല ജുറ്റ്സ്, അതായത് നിഞ്ച ടെക്നിക്സ്, നിഞ്ച സ്റ്റോറി ലൈൻസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും കാണുക. അതുകൂടാതെ തന്നെ കുറേ മെമ്മറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. ഫ്രണ്ട്സ് രീതിയിലും റൈവൽസ് എന്ന രൂപേണയും മെൻറ്റേഴ്സ് എന്ന രൂപേണയും വില്ലൻസ് എന്ന രൂപേണയും ഇതിൻ്റെ അത് എടുത്തു പറയുകയാണെങ്കിൽ നാറൂട്ടോ ഉസുമാക്കി, സാസ്കെ ഉച്ചീഹ, മിനാട്ടോ നാമിക്കാസെ, ഇറ്റാച്ചി ഉച്ചീഹ, മാദര ഉച്ചീഹ, ജിറായ, റോക്ലി, മൈറ്റ് ഗൈ, സുരാഡെ, ഓറോച്ചിമാരു, കബൂട്ടോ, അങ്ങനെ കുറേ ലെജൻഡറി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇമോഷണൽ സ്റ്റോറി ടെല്ലിംഗ് ആണെങ്കിൽ കൂടി കോമഡി മിക്സ് ആക്കിയിട്ടുള്ള ഒരു ട്രാജഡിക് ആയിട്ടുള്ള ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ് നാറൂട്ടോ. സോ ഇങ്ങനെയാണ് നിങ്ങൾ നാറൂട്ടോ എന്ന് പറയുന്ന സീരീസിനെ പറ്റി ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും, അതായത് സ്പോയിലർ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും, അതിന് ഇച്ചിരി ലെങ്ത് കൂടും. അപ്പോൾ ഓഫ് കോഴ്സ് നാറൂട്ടോ എന്ന് പറയുന്ന സീരീസ് എന്താണെന്നും അതെങ്ങനെ കാണണമെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇനിയും നാറൂട്ടോ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പ്ലനേഷനും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്. Too long ago on the road, I got what they waiting for. I'm running from nothing, dog. Get your soul.